ഷൈനിയെപ്പോലെ എനിക്ക് മരിക്കാൻ മനസ്സില്ല. അപ്പൻ ഒരു പാസ്റ്ററാണ്. ഇദ്ദേഹം എന്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ റൂമിൽ കയറിയാൽ പോലും ഇദ്ദേഹം പുറകെ വരും. പിള്ളേർ കരയാൻ പാടില്ല. അത് പിള്ളേർ കരഞ്ഞു കഴിഞ്ഞാൽ അപ്പനും മകനും ക്രൂരമായിട്ട് എന്നെ ഉപദ്രവിക്കും. എന്നെ പല പ്രാവശ്യം അയാൾ കല്ലിനടിക്കാൻ വരും, വലിയ പത്തിൽ വെച്ച് അടിക്കാൻ വരും, ഗ്യാസ് തുറന്നു വിടും. ഈ ഷൈജൻ ഞങ്ങളെ കൊല്ലൂന്നും പറഞ്ഞ് പല പ്രാവശ്യം വലിയ വാക്കത്തിയുണ്ട്. വീട്ടിൽ കോഴിക്കടയുണ്ട്, നീ വാക്കത്തി എടുത്ത് ഞങ്ങളെ കൊല്ലാൻ വേണ്ടി പല പ്രാവശ്യം എന്റെ കുഞ്ഞുങ്ങളെ ഞാനും രാത്രിയിൽ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അയൽവാസി വീട്ടിൽ പോയി കിടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കനാലിൽ ഈ കുഞ്ഞു മക്കളെ രണ്ടിനെയും കൊണ്ട് കൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. കിടന്നുറങ്ങുന്ന മക്കളെ വലിച്ച് അടിച്ച് കനാലിൽ ഒഴുക്കി വിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഷൈനിയുടെയും മക്കളുടെയും മരണവുമായി ബന്ധപ്പെട്ട് ITV ന്യൂസ് നൽകിയ വാർത്തകൾ കണ്ട് സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന നിരവധി സഹോദരിമാർ ഞങ്ങളെ വിളിക്കുകയുണ്ടായി. അവരുടെ കുടുംബാംഗങ്ങളുടെ സംയോജിതമായ ഇടപെടൽ മൂലം അവർ ഇന്നും ജീവിച്ചിരിക്കുന്നു. പതിയെയാണെങ്കിലും അവർ ജീവിതത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ITV ന്യൂസിൽ ഇന്നു മുതൽ ഞങ്ങൾ ഒരു പുതിയ പങ്ക്തി ആരംഭിക്കുകയാണ്. മരിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്നല്ല, ഞങ്ങൾ ജീവിച്ചു കാണിക്കും എന്നാണ് ഈ പങ്ക്തിയുടെ പേര്. ജീവിത പ്രതിസന്ധികളിൽ തളരാതെ അവർക്ക് മുന്നോട്ട് പോകുവാനുള്ള കരുത്ത് നൽകുക എന്നതാണ് ഞങ്ങളുടെ ഈ പങ്ക്തിയുടെ ലക്ഷ്യം. കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും മറ്റ് നിയമ സംവിധാനങ്ങളിൽ നിന്നും ഇവർക്ക് അവഗണന നേരിട്ടിട്ടുണ്ടെങ്കിൽ അതടക്കം ഞങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കും. ഭാര്യയ്ക്കിട്ടും ഭർത്താവിനിട്ടും ഒരു പണി കൊടുക്കാം എന്ന് കരുതി ദയവ് ഇതാരും വിളിക്കരുത്. സത്യസന്ധമെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ പങ്ക്തിയിൽ ആദ്യമായി ഇന്ന് ഞങ്ങൾ നൽകുന്നത് ഇടുക്കി ജില്ലയിലെ ചെറുതോണിക്ക് സമീപം മാളിയേക്കൽ വീട്ടിൽ ഫേബ എന്ന യുവതിയുടെ അനുഭവമാണ്. പെന്തക്കോസ്ത് വിഭാഗത്തിലെ ഒരു പാസ്റ്ററായ ഇടുക്കി ജില്ലയിലെ ഇഞ്ചിയാനി, കലയന്താനി, പാറശ്ശേരിയിൽ ജോസഫ് സാമുവേൽ എന്ന പാസ്റ്ററുടെ മകനായ ഷൈജൻ ജോസഫിനെയാണ് ഫേബ വിവാഹം കഴിച്ചത്. ഭർത്താവിൻ്റെയും കുടുംബാംഗങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടായ ക്രൂരപീഡനങ്ങൾ സഹിക്കവയ്യാഞ്ഞ് ഫേബ പോലീസിൽ പരാതി നൽകി പ്രൊട്ടക്ഷൻ ഓർഡർ വരെ മേടിച്ചു. എങ്കിലും പീഡനങ്ങൾ തുടർക്കഥയായപ്പോൾ അവർ തൻ്റെ 2 പിഞ്ച് പെൺകുഞ്ഞുങ്ങളുമായി വീട്ടിലേക്ക് പോയി. ഇനി എന്താണ് സംഭവിച്ചതെന്ന് ഫേബയുടെ സഹോദരനായ തോമസും ഫേബയുടെ പിതാവും വിശദീകരിക്കും. എൻ്റെ പേര് സാബു എന്നാണ്. സാബു തോമസ്. മാളിയേക്കൽ എൻ്റെ വീട്ടുപേര്. ഞാൻ താമസിക്കുന്നത് ഇടുക്കിയിലാണ്. ഇടുക്കിയിലെവിടെ? ഇടുക്കി ചെറുതോണി മണിയാറൻകുടി എന്ന് പറയും. ഞങ്ങൾ 3 ആണും 3 പെണ്ണുങ്ങളുമാണ്. അപ്പം മൂത്തവർ 3 ആണുങ്ങളും ഇളയത് 3 പെങ്ങളും. അതിൽ മൂത്ത പെങ്ങളെ കെട്ടിച്ചത് ഇടുക്കി തൊടുപുഴ ഇഞ്ചാനി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവരെ പാറശ്ശേരി ജോസ് എന്നാണ് അവൻ്റെ അപ്പൻ്റെ പേര്. അവൻ്റെ പേര് ഷൈജൻ ജോസഫ് എന്നാണ്. ഇവരെ കല്യാണം കഴിച്ചു വിട്ടിട്ട് സാറേ അതിൻ്റെ 4-ാം ദിവസം അവനും അവൻ്റെ അപ്പനും അവൻ്റെ അമ്മയും കൂടി അന്ന് ഇവളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിട്ടു. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും ചെന്ന് അന്ന് വിഷയങ്ങളൊക്കെ പരിഹരിച്ച് പോകുന്നതാണ്. എൻ്റെ പെങ്ങൾക്ക് 2 പെൺപിള്ളേരുണ്ട്. ഒരു 3-4 വർഷമായിട്ട് ശാരീരിക പീഡനവും ഭയങ്കര അസ്വസ്ഥതകളും. എൻ്റെ പെങ്ങൾക്ക് ക്യാൻസറാണെന്നും പറഞ്ഞ് ഇവൻ ഒരുപാട് സ്ഥലത്തുനിന്ന് പൈസയൊക്കെ പിരിച്ചെടുത്തു. അങ്ങനെ ഇവക്ക് ഭയങ്കര പീഡനമായിട്ട് ഞങ്ങൾ പുള്ളിക്കാരത്തിനെയും പിള്ളേരെ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയേക്കുക. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ശാരീരികമായി മാനസികമായി ഒരുപാട് പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇവൻ ഈ ഇന്റർനെറ്റ് വഴിയായിട്ട് എൻ്റെ പപ്പേനെയും എൻ്റെ അമ്മേനെയും എൻ്റെ കുടുംബക്കാരെ മുഴുവൻ ഇവൻ ആക്ഷേപിച്ച് ഒരുപാട് ഇത് ഇട്ടു, പോസ്റ്റ് ലൈവ് ഇട്ടു. അപ്പോൾ ഈ പെങ്ങള് ഒരുപാട് കേസ് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തതാണ്. ഇപ്പം ഇവിടെ ഇടുക്കി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു, SP കൊടുത്തു. ഇതിനൊന്നും ഞങ്ങൾക്കൊരു നീക്കുപോക്ക് വന്നില്ല. ഇവളിപ്പോൾ ഇതുപോലെ തന്നെ വണ്ടിക്ക് മുമ്പിൽ ചാടി ചാകുമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പിള്ളേരെയും കൂടി ചാകുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയി ഈ പിള്ളേരെ കൂട്ടിക്കൊണ്ട് പോരും ചെയ്ത്. ഇപ്പം എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ പെങ്ങളെ കൊടുക്കുക, അവൾ ബാക്കി കാര്യങ്ങളെല്ലാം പറയും. അവൾ ഒത്തിരി അനുഭവിച്ചതാണ്. എൻ്റെ പേര് ഫേബ. എൻ്റെ പപ്പയ്ക്കും അമ്മച്ചിക്കും ഞങ്ങൾ 6 മക്കളാണ്. 6 മക്കളിൽ 3 ചേട്ടന്മാർ മൂത്തമുണ്ട്, 3 പെൺകുട്ടികളാണ് ഞങ്ങൾ ഇളയത്തുങ്ങൾ. അപ്പോൾ എൻ്റെ പപ്പ നല്ലൊരു വിവാഹാലോചന വന്നു. ഈ വിവാഹാലോചന വന്നു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പായും അമ്മച്ചിയും അത്ര പെന്തക്കോസ്തിൽ ആദ്യമായിട്ട് അവർ വന്നതാണ്. അപ്പോൾ എൻ്റെ പെന്തക്കോസ്തിലോട്ട് പോയത് ഞങ്ങൾ കത്തോലിക്ക ചർച്ചിലാണ്. പെന്തക്കോസ്തിലോട്ട് പോകുന്നതാണ്. വിവാഹം കഴിച്ചയച്ചത് എങ്ങോട്ടായിരുന്നു? തൊടുപുഴയ്ക്കാണ് എന്നെ വിവാഹം കഴിച്ചയച്ചത്. അവരേത് സ്വഭാവക്കാരായിരുന്നു? അവിടെ അവർ പെന്തിക്കോസുകാരാണ്. അവർ ഫാമിലി ആയിട്ട് 4-ാം തലമുറക്കാരനായ ഒരു പാസ്റ്റർ മോനാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പൊ ഞാൻ എൻ്റെ പപ്പായും അമ്മച്ചിയും അവര് പെന്തിക്കോസ് അല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പെന്തിക്കോസിന്റെ അനുഭവത്തിൽ ഞങ്ങളെ വളർത്തി വിട്ടു. അപ്പൊ ഞങ്ങളുടെ ഈ വീട്ടിലെ സന്തോഷം തന്നെ ഞങ്ങൾ വേറൊരു കുടുംബത്തിലും അനുഭവിക്കുന്നു, കാണുന്നതും ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് വിവാഹം കഴിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ അറിയുന്നത്. അവരുടെ അപ്പനും അമ്മയും പിരിഞ്ഞു നിന്നതാണ്. ഈ കല്യാണത്തിന്റെ സമയത്ത് ഞങ്ങൾ കബളിപ്പിച്ചാണ് ഇവർ കല്യാണം നടത്തിയതും. നമ്മുടെ മുതലും വാങ്ങിച്ചു. നമ്മളെ കല്യാണം കഴിച്ചതിന് ഒരു 4-ാം ദിവസം കഴിഞ്ഞ്
ഇവര് പീഡനമാണ്, ഇവർക്ക് സ്ത്രീധനം പോരാ, ഇവരുടെ എൻ്റെ പപ്പ എൻ്റെ അവകാശമായിട്ട് അന്ന് തന്നെ എനിക്ക് 3 ലക്ഷം രൂപ തന്നു. എനിക്ക് നല്ലൊരു ഡ്രസ്സ് പോലും അവർ വാങ്ങിച്ചു തന്നില്ല. അതിനുശേഷം എനിക്കൊരു കുട്ടിയുണ്ടായി. ആ കുട്ടീനെ കാണാൻ ഇവർ വന്നിട്ടില്ല. രണ്ടാമതൊരു കുട്ടിയുണ്ടായി. ഇതിനൊന്നും ചെലവില്ല. ഇതിനകത്തല്ല ഇവരുടെ അപ്പൻ ഒരു പാസ്റ്ററാണ്. ഇദ്ദേഹം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ റൂമിൽ കയറിയാൽ പോലും ഇദ്ദേഹം പുറകെ വരും. പിള്ളേർ കരയാൻ പാടില്ല. അത് പിള്ളേർ കരഞ്ഞു കഴിഞ്ഞാൽ അപ്പനും മകനും ക്രൂരമായിട്ട് എന്നെ ഉപദ്രവിക്കും. അദ്ദേഹത്തിന്റെ ഭാഗത്ത് മോശമായിട്ട് അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ കുട്ടികളെ വെച്ച് എന്റെ വീട്ടിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എന്റെ പരാതി കൊടുത്തിട്ടൊന്നും ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാകുന്നില്ല. കാരണം ഇയാൾ PJ ജോസഫിന്റെ ബിനാമിയാണെന്നും പറഞ്ഞിട്ടാണ് കളിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരും ഇല്ല. പിള്ളേർ കരയുമ്പോൾ ഇയാൾ വന്ന് റൂമിന് ചുറ്റും നടക്കുക, റൂമിനകത്ത് കയറി വരിക, എന്നെ ഉപദ്രവിക്കാൻ വരിക. എന്നെ പല പ്രാവശ്യം അയാൾ കല്ലിനടിക്കാൻ വരും, വലിയ 10 വെച്ച് അടിക്കാൻ വരും. എന്റെ കുഞ്ഞുങ്ങൾ 2 സാക്ഷികളാണ്. ഭയങ്കര പീഡനം സഹിച്ച് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ലാസ്റ്റ് ഞാനൊരു കുവൈറ്റിലൊരു സ്ഥലത്ത് ജോലിക്ക് പോയി. ഞാൻ ഈ സ്ഥലത്ത് 3.5 വർഷം ജോലി ചെയ്തിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പം എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഒരു കടബാധ്യതയിലാണ്. ഞാൻ ഇങ്ങനെ രാത്രിയിലും പകലൊക്കെ ഇരിക്കുമ്പം പല സ്ഥലങ്ങളിൽ നിന്നും പലരായിട്ട് വരും. 3.5 ലക്ഷം, 2 ലക്ഷം, 25,000, 30,000 ഏറ്റവും കുറഞ്ഞത്. അപ്പം ഞാൻ ഈ ആൾക്കാർ ചോദിക്കും എന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർ പറയും നിങ്ങൾ ജോലി സ്ഥലത്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇയാൾ ഇങ്ങനെ പൈസ കമ്മീഷൻ മേടിച്ച ക്യാൻസർ ആണ് എന്നൊക്കെ പല രീതിയിലാണ് ഈ ആൾക്കാർ പറയുന്നത്. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നോ? ഇല്ലില്ല, ഒരു കുഴപ്പവും എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നവും ഇന്നും എനിക്കില്ല. ഇതിന് ശേഷം ഞാൻ ഞാൻ ദുബായിൽ ജോലിക്ക് പോയി. ഞാൻ ജോലിക്ക് പോയി എയർപോർട്ടിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഇയാൾ ലൈവിൽ വന്നിട്ട് ഞാൻ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചു പോയി എന്ന് പറഞ്ഞു. ഇന്ന് വരെ ഞാൻ ആരുടെയും കൂടെ പോയിട്ടില്ല. തൊടുപുഴ സ്റ്റേഷനിലെ പോലീസുകാരൻ്റെ കൂടെ ഒളിച്ചു പോയി എന്ന് പറഞ്ഞ് ലൈവ് വന്നു. നാണം കെട്ടിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ കയറിപ്പോയി. എൻ്റെ കൂടപ്പുറപ്പുകളും എൻ്റെ പപ്പായും അമ്മച്ചൊക്കെ നാണം കെട്ടിട്ട് ഇന്നും ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഈ കുഞ്ഞുങ്ങളെ കണ്ടെണ്ണം ആ കേസ് കൊടുത്തിട്ട് പോലും ഈ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഒരു സമയം വരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല സാർ. ആർക്കൊക്കെ ഇത് കാണിച്ച് പരാതി കൊടുത്തിരുന്നു? ഞാൻ അങ്ങോട്ട് പോയതിനു ശേഷം എൻ്റെ പപ്പയാണ് ഈ പരാതി കൊടുക്കുന്നത്. ഞാൻ വിദേശത്തല്ലേ, അപ്പൊ എൻ്റെ പപ്പയാണ് ഈ പരാതി കൊടുക്കുന്നത്. അപ്പൊ ഈ പരാതി കൊടുത്തിട്ട് ഈ സമയം വരെ ഒരു നിയമ നടപടി ഉണ്ടായിട്ടില്ല. ആർക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്? ആർക്കൊക്കെ പരാതി നമ്മൾ കൊടുത്തിട്ടുണ്ട്? എൻ്റെ പപ്പാടെ കൊടുക്കുക. സാറേ, SP പരാതി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം SP നേരെ തൊടുപുഴ DSPക്ക് ഇത് അന്വേഷിക്കാനായിട്ട് ഏൽപ്പിച്ചു. ആ DSP തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് ഏൽപ്പിച്ചിട്ട് പോലും ഈ സമയം വരെ ഒരു പരിഹാരം അതിനും വന്നിട്ടില്ല. എന്ന് വിളിച്ച് ഞങ്ങളെയും വിളിച്ചൊന്ന് ചോദിക്കാൻ പോലും ഒരു നന്മനസ് പോലീസുകാരിൽ നിന്നും എനിക്ക് നീതി ലഭിച്ചില്ല. ഞങ്ങൾക്ക് നാണംകേട് കൊണ്ട് ഞങ്ങൾക്ക് വെളിയിൽ ഇറങ്ങാൻ പാടില്ല. മനുഷ്യനായിട്ട് ജനിച്ചു പോയില്ല സാറേ. ഈ പരാതി SP തൊട്ട് SP, DYSP, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ തൊടുപുഴയ്ക്ക് അടക്കം കൊടുത്തിട്ട് ഒരു നടപടി പോലും നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് പോലും വിളിച്ചെടുത്തിട്ടില്ല ഇതുവരെ? ഇല്ല. അങ്ങനെ വന്നപ്പം എൻ്റെ മക്കളുടെ കൊച്ചിന് മൂത്ത കൊച്ച് 8ലാണ് പഠിക്കണത്. അതിൻ്റെ ഇടയിൽ 6ലാണ് പഠിക്കണത്. ആ പിള്ളേരെ ഞാൻ കൊണ്ടുവന്ന് ഇവിടെ എൻ്റെ വീട്ടിൽ ഞാനൊരു മണിയാറുംകുടി മുസ്ലിം പള്ളിക്ക് സമീപമാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഒരു മാലിയേക്കുന്ന, എൻ്റെ പേര് തോമസ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പാടില്ലാത്ത ഒരു അന്തരീക്ഷം അവൻ സൃഷ്ടിച്ചു. അവർ പാരമ്പര്യ ബന്ധക്കോത്തുകാരും ഞങ്ങൾ യേശുവിനെ കുറിച്ച് ഞങ്ങൾ ശരിക്കും അറിയാത്തവരുമാണ്. എങ്കിൽ പോലും ഞങ്ങൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പം ഞങ്ങൾക്ക് ഒതുങ്ങാതിരിക്കാൻ പറ്റൂലാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒതുങ്ങി ജീവിക്കുക. ഇപ്പം എൻ്റെ കൊച്ചു ദുബായിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട്. വന്നെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളിങ്ങനെയുള്ള കേസുകൾ കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്തിട്ടുള്ളവരല്ല. ഞങ്ങൾക്കുള്ള അറിവില്ല, 2 കഴിവുമില്ല. പിന്നെ ഈ ഷൈജിന് എൻ്റെ ഹസ്ബൻഡിന് 2 പെങ്ങന്മാരുണ്ട്. ഈ മൂത്ത പെങ്ങളെ ഞാൻ ചെന്നതിന് ശേഷമാണ് വിവാഹം കഴിച്ചത്. ആ സ്ത്രീനെ കല്യാണം കഴിച്ചിട്ട് 8 വർഷവും ഞങ്ങളുടെ കൂടെ തന്നെയാണ്. ഇതിന്റെ ഡെലിവറി നോക്കണം. ഇതെല്ലാം ചെയ്തില്ലെങ്കിൽ ഈ അമ്മായപ്പനും ഈ ഹസ്ബൻഡും എന്നെ ഇടിക്കും. ആ കെട്ടിക്കുന്നതിനുള്ള പൈസ പോലും എൻ്റെ പൈസ എടുത്തിട്ടാണ് കൊടുത്തത്. അപ്പൊ എന്നെ മുതലും പോയി. എൻ്റെ ശരീരത്തിൽ എൻ്റെ ചെവി കേൾക്കത്തില്ല. 2 ചെവി ഈ അടിച്ച്, കാരണം എൻ്റെ ചെവി ശരിക്കും കേൾക്കത്തില്ല. കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. കണ്ണിനും തലയ്ക്കൊക്കെ നല്ല ചതവുണ്ട് എൻ്റെ. അപ്പൊ ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ മൂത്ത കുട്ടി മാനസികമായിട്ട് ഒരുപാട് വേദനയിൽ അവൾ പോകുന്നത്. കാരണം അത്രമാത്രം മോശമായിട്ടാണ് എന്നെ കുറിച്ച് ഇയാൾ അറിയിക്കുന്നത്. ഹസ്ബൻഡിന്റെ ജോലി എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ പണി എന്തായിരുന്നു? ജോഷില് ഫൈബർ വർക്ക് എന്നും പറഞ്ഞാണ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കല്യാണം കഴിക്കുന്നത്. ഇയാൾക്ക് സ്വന്തമായിട്ടൊരു ജോലി ഇല്ല. സത്യം പറഞ്ഞ ഈ അന്ന് മാനേജറാണെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഇവിടെ വന്ന് നുണയും പറഞ്ഞാണ് കല്യാണം നടത്തുന്നത്. ഇതിനുശേഷം ഇയാൾക്ക് സ്വന്തമായിട്ട് ജോലി പോലും ഇല്ല. പല സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് കേൾക്കാൻ പറ്റിയത് കള്ളം, അവരെ മുതൽ കക്കുകയും വേറുള്ള ആൾക്കാർക്ക് കൊണ്ട് കൊടുക്കുകയും ഇതൊക്കെയാണ് ഞാൻ പിന്നീട് അറിയുന്നത്. അതുപോലെ എനിക്ക് വണ്ടി ഉണ്ടായിരുന്നു. വണ്ടി എവിടെയാണെന്നറിയില്ല.
എന്റെ പേരിൽ ഒരു വണ്ടി എടുത്തു. ആ വണ്ടിയുടെ CC ഞാൻ അടച്ചു തീർത്തു. പക്ഷെ ഈ CC ഒന്നും ആ വണ്ടിയിലേക്ക് ആയിട്ടില്ല. ഇതേപോലൊരു മനുഷ്യനെ ഞങ്ങളുടെ ജീവിതത്തിൽ, എന്റെ പപ്പയ്ക്ക് 74 വയസ്സ് പ്രായമുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇങ്ങനെ ക്രൂരത ചെയ്യുന്ന ഈ ഷൈജൻ പാറശ്ശേരി ജോസഫും ഷൈജന്റെ പപ്പേനെ പോലെ ഒരാളെ ഞങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. 2 പെങ്ങന്മാരുണ്ട്, ഇന്നും ആ വീട്ടിൽ തന്നെ താമസിക്കുന്നത്. എനിക്ക് യാതൊരു അവകാശമില്ല ആ വീട്ടില്. എന്റെ കുഞ്ഞുങ്ങൾക്കും എനിക്ക് യാതൊരു അവകാശമില്ല. ഇന്നും ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഗ്യാസ് തുറന്നു വിടും ഈ ഷൈജൻ. ഞങ്ങളെ കൊല്ലൂന്നും പറഞ്ഞ് പല പ്രാവശ്യം വലിയ വാക്കത്തിയുണ്ട്. വീട്ടിൽ കോഴിക്കടയുണ്ട്, ഈ വാക്കത്തി എടുത്ത് ഞങ്ങളെ കൊല്ലാൻ വേണ്ടി പല പ്രാവശ്യം എന്റെ കുഞ്ഞുങ്ങളെ ഞാനും രാത്രിയിൽ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അയൽവാസി വീട്ടിൽ പോയി കിടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കനാലിൽ ഈ കുഞ്ഞു മക്കളെ രണ്ടിനെയും കൊണ്ട് കൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. കിടന്നുറങ്ങുന്ന മക്കളെ വലിച്ച് അടിച്ച് കനാലിൽ ഒഴുക്കി വിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു പരാതി ഞങ്ങൾ കൊടുത്തിട്ട് ഇതൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല. അല്ല, ഇയാള് ഇവര് ഒരു പെന്തക്കോസ്ത് വിശ്വാസികളും ഒക്കെ അല്ലേ? മദ്യപിക്കുകയോ എന്തെങ്കിലും ചെയ്യുമോ? ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു കാരണം എന്താ? മദ്യപാനവും സകല മോശമായ സ്വഭാവങ്ങൾ ഇയാളിലുണ്ട്. നാട്ടിൽ ഇയാളെ അറിയപ്പെടുന്ന ഇയാളുടെ കുടുംബം തകർത്ത് ഇയാൾക്ക് ഭാര്യയിൽ ഒരു കുട്ടി പോലും ഉള്ളതാ. ഇത്രയും കള്ളത്തരം ഒളിച്ചു വെച്ചിട്ടാണ് കല്യാണം നടത്തുന്നത്. എന്നിട്ടാണ് നമ്മളെ കുറിച്ച് മോശമായിട്ട് നെറ്റിൽ വിട്ടേക്കുന്നത്. ഇദ്ദേഹം മിടുക്കനുമായി, ഞങ്ങൾ മോശക്കാരുമായി. ഞങ്ങൾ ഇന്ന് വരെ ആരുടെ കൂടെ പോയിട്ടുമില്ല. ഞാനും എന്റെ കുഞ്ഞുങ്ങൾ ചാകാൻ തുടങ്ങിയ സമയത്താണ് എന്റെ പപ്പായും എന്റെ സഹോദരന്മാരും എന്നെ വീട്ടിൽ കൂട്ടിക്കൊണ്ട് വന്നത്. ഇല്ലെങ്കിൽ ഞങ്ങളും ഇപ്പൊ ഷൈൻ ടീച്ചർ കൂട്ട് ആ കുഞ്ഞുങ്ങളുടെ കൂട്ട് ഞങ്ങളും ചെയ്യേണ്ട ആൾക്കാരായിരുന്നു. നമ്മൾ ഇങ്ങനെയുള്ള പരാതിയുമായിട്ട് സ്റ്റേഷനുകളിൽ ചെന്നാൽ യാതൊരു നീതിയും നമുക്ക് ലഭിക്കത്തില്ല. കാരണം PJ ജോസഫിന്റെ ബിനാമിയാണെന്ന് ഇയാൾ പറഞ്ഞു കേൾക്കും. കാരണം അതിനുശേഷം ഒരു ആരും വിളിക്കുന്നില്ല. PJ ജോസഫിന് ഇത്രയും മ്ലേച്ഛന്മാരെ ബിനാമികളായിട്ട് ആവശ്യമുണ്ടോ? എന്റെ പപ്പ ഇവിടെ ഇടുക്കിയിൽ കൊടുത്ത കേസ് പലതും PJ റോഷിയാസിന്റെ ബിനാമിയാന്ന് അന്നും പറഞ്ഞിട്ട് അയാൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ ആരെ പ്രവർത്തിക്കുന്നത് എനിക്കറിയില്ല സാറേ. ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു സാഹചര്യം എന്താണ്? ഇപ്പൊ എന്താണ് നിലവിലത്തെ? ഞാൻ ദുബായിൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുക. ആ സ്ഥലത്ത് നിന്ന് എന്റെ കുഞ്ഞുങ്ങളുടെ പല കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് റേഷൻ കിട്ടുന്നുണ്ട്. എന്റെ റേഷൻ കിട്ടുന്നത് അത് എന്റെ പേര് കിടക്കുന്ന റേഷൻ കാർഡിൽ എനിക്കും എന്റെ കുട്ടികൾക്കും ഞങ്ങൾ മസ്റ്ററിങ് ചെയ്ത ആ മസ്റ്ററിങ് ചെയ്തിട്ട് ഞങ്ങളുടെ അരി പോലും ഈ പാറശ്ശേരി ജോസഫ് എന്ന് പറയുന്ന ആ മനുഷ്യൻ മേടിച്ച് കഴിക്കുക. അതുപോലും കിട്ടുന്നില്ല. ഇതൊക്കെ ഒരു പാസ്റ്ററാന്ന് ഓർക്കണം. ഒരു ചർച്ചിൽ നയിക്കുന്ന ഒരു വ്യക്തി. ഇയാൾ എന്നെ കൊല്ലാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. എന്റെ കൈക്കൊക്കെ പിടിച്ച് തിരിച്ചിട്ടുണ്ട്, ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഭിത്തിക്കിട്ടൊക്കെ തല കൊണ്ട് ഈ മകനൊപ്പം നിന്നിട്ട് ഇയാൾ പിടിച്ചിടിപ്പിക്കും. മകനും ഇയാളും കൂടെ കൂടി, അപ്പനും മകനും എന്റെ മേത്ത് കൈവച്ചിട്ടുണ്ട്. അല്ല, എന്തിനാ ഇങ്ങനെയുള്ള ഒരു ശാരീരിക ഉപദ്രവം ഏത് സാഹചര്യത്തിലായിരുന്നു ഏൽപ്പിക്കുന്നത്? സ്ത്രീധനത്തിന്റെ പേരിലാണ്. കുറഞ്ഞു പോയിന്ന്. ഇവർ ഈ 12 സെന്റ് സ്ഥലമുണ്ട്. ഈ സ്ഥലത്ത് എനിക്ക് അവകാശം ഇല്ലെന്നും പറഞ്ഞിട്ടാണ്. വീടിന്റെ തറയെല്ലാം കെട്ടിയത് എന്റെ പപ്പ വന്ന പൈസ എടുത്തിട്ടാണ്. നമ്മുടെ പൈസയും പോയി, നമ്മുടെ മുതലും പോയി. എനിക്ക് ശാരീരികമായ പീഡനവും എനിക്ക് കേൾക്കേണ്ടി വന്നു. ഫർണിച്ചർ സാധനങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പം ഒരു പാത്രം പോലും ഇല്ല. ആ വീട്ടിൽ എന്തെല്ലാം മുതലുണ്ടോ ഇന്നെല്ലാം അത് എന്റെയാ. എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ എന്റെ പപ്പ എനിക്ക് തന്നു. ആ വീട്ടിൽ ഒരു വീടല്ലാതെ 2 അലമാര എനിക്ക് തന്നു. എനിക്ക് 4 കട്ടില് പപ്പ തന്നിട്ടുണ്ട്, 2 ടേബിള് തന്നിട്ടുണ്ട്. അതിന് ഇടാനുള്ള വസ്ത്രങ്ങൾ. അതേ ഷൈജന് എത്ര രൂപ ചോദിക്കുന്നു അതെല്ലാം പപ്പ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ എല്ലാം കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളിൽ നിന്ന് നമ്മളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുവായിരുന്നു. അതല്ല പെങ്ങന്മാരെ വിവാഹം കഴിച്ചയക്കുന്നു. ഇതിനെല്ലാം പൈസ എന്റെ പപ്പ എനിക്ക് തന്നു. എന്റെ പപ്പ അധ്വാനിച്ച് എന്നെ കെട്ടിച്ചു വിട്ടിട്ട് എനിക്ക് നല്ലൊരു കാലം കാണാത്തതുകൊണ്ട് എന്റെ വീട്ടിലെല്ലാവരും മാനസികമായിട്ട് അവരും തകർന്നു. എന്നിട്ടും ഞങ്ങളെ നാണം കെടുത്തിച്ചു. നെറ്റ് വഴി എവിടെയെല്ലാം ഇതിന്റെ ലിങ്ക് പോയിന്നറിയാവോ? ഈ നെറ്റിൽ കൊടുത്തിട്ട് പിറ്റേ ദിവസം ചെന്ന് ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും ഈ സമയം വരെ അതിനൊരു മറുപടി ഉണ്ടായിട്ടില്ല. എന്റെ മൂത്ത കുട്ടി ഒരു പെൺകുട്ടിയാ. 2 പെൺകുട്ടികളാ. മൂത്ത കുട്ടിക്ക് 13 വയസ്സുണ്ട്. ആ കുട്ടീനെ സാർ ഇന്നൊന്ന് വിളിച്ചു നോക്കി. മാനസികമായിട്ട് ആ കുട്ടി വളരെ തകർന്നായിരിക്കണത്. ഇതുപോലും ഈ കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും ഇയാൾക്ക് ഞങ്ങളെ ഈ രീതിയിൽ ഉപദ്രവിക്കാതിരിക്കാൻ പാടില്ലേ? ഞാനാണ് ഈ കുട്ടികളെ നോക്കണേ. ഞങ്ങളെ അതേമാതിരി ക്രൂരത അനുഭവിച്ച വ്യക്തികളാ. ഞങ്ങൾ ഒരു നുണയല്ല ഈ പറയുന്നേ. വിവാഹം കഴിച്ച് അന്ന് തൊട്ട് എന്റെ അപ്പനും അമ്മയ്ക്ക് സ്വസ്ഥത കൊടുത്തിട്ടില്ല. അതുങ്ങൾ കിടന്നുറങ്ങിയിട്ടില്ല. ഇന്ന് ഞാനും എന്റെ മക്കൾ 2 വീട്ടിൽ വന്നിരിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ സാറേ, അവരുടെ മാനസികാവസ്ഥ എന്തോരമായിരിക്കും എന്നുള്ളത്. ഈ 2 സഹോദരിമാരും അവരുടെ ഹസ്ബൻഡുമാരും എന്റെ ഹസ്ബൻഡും ഈ ഹസ്ബൻഡിന്റെ അപ്പനും ഇത്രയും പേരാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം തകർത്തു വിട്ടത്. എന്തായാലും ഇപ്പോൾ ഫേബ ദുബൈയിൽ ഒരു ചെറിയ ജോലിയൊക്കെ സംഘടിപ്പിച്ച് ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പ്രതിസന്ധികൾ ഇന്നല്ലെങ്കിൽ നാളെ മാറും തീർച്ചയാണ്. ഫേബയ്ക്ക് എന്ത് സന്ദേശമാണ് സ്വന്തം അനുഭവത്തിൽ നിന്നും നൽകുവാനുള്ളത്? എനിക്കിനി പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു വിവാഹാലോചന വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ കുറിച്ച് ഒന്നാമത് അന്വേഷിക്കണം.
അന്വേഷിക്കുന്ന അവരിപ്പോ ചക്കയും മാങ്ങയാണ് നമുക്ക് തിന്നിച്ചു നോക്കാൻ പറ്റും, മനുഷ്യനെ ഒരിക്കലും തിന്നിച്ചു നോക്കാൻ പറ്റില്ല. ഒരു പെൺകുട്ടി എപ്പോഴും സ്വന്തം കാലിൽ നിന്നിട്ട് തന്നെ വിവാഹം കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതും സുരക്ഷിതം. കാരണം ഹസ്ബൻഡിന്റെ ഭവനത്തിലോ സ്വന്തം ഭവനത്തിലോ എന്ത് വന്നാലും അവൾക്ക് സ്വന്തമായിട്ട് ജോലി ഉണ്ടെങ്കിൽ അവളുടെ ലൈഫ് മുന്നോട്ട് പോകും. അല്ലെ ഷൈനി ചേച്ചിക്ക് വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല, ഷൈനി ചേച്ചിക്ക് എല്ലാവർക്കും പ്രാപ്തി ഒരേപോലെ ആവണമെന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ എന്ത് ജോലി എടുക്കാനും പെൺകുട്ടികൾ സന്നദ്ധരാവണം, സ്വന്തമായിട്ട് മുൻപോട്ട് പോകാനുള്ള കഴിവും തന്റെ ഉണ്ടാവണം. ഈ വിഷയം ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. കൃത്യമായ ഫോളോഅപ്പ് ഉണ്ടാകും. നിയമപരമായി എന്തൊക്കെ സഹായം ഇവർക്ക് ഞങ്ങളെക്കൊണ്ട് ചെയ്യുവാൻ സാധിക്കുമോ അതെല്ലാം ഞങ്ങൾ ചെയ്യും. പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഓരോ സ്ത്രീയും മനസ്സിൽ ഉരുവിടുക, ഞാൻ ജീവിച്ചു കാണിക്കും എന്ന്. പിടിച്ചു കയറുവാനുള്ള ഒരു കച്ചിത്തുരുമ്പ് എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.